ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണോ ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് പ്രധാനപ്പെട്ട നേതാവാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട, ഡിസ്കസ് ചെയ്യാൻ തീരുമാനമെടുക്കുക, കേരളത്തിലെ ഇലക്ഷനിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള നേതാവിനോട് ഞാൻ ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നിട്ടാണ് കേട്ടത്. ആൻഡോ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ അതിനകത്ത് കൂട്ടിയും കുറച്ചൊന്നുമല്ല. ഞാൻ ആ സ്റ്റേജിൽ കാരണം അവരൊക്കെ അന്താളിച്ചു പോയി 25 ലക്ഷത്തിൻ്റെ വാക്ക് കേട്ടിട്ട്. എന്നാൽ നിങ്ങളൊരു 25,000 35,000 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ 3.5 കോടി ജനങ്ങൾക്ക് 10-75,000 കോടി രൂപ വേണമെന്നേ. ഞാൻ പറയുന്നത് ഇതൊന്നും നടപ്പിലാകാത്ത കാര്യമില്ല. പിന്നെ ഇനി അങ്ങനെ നടപ്പിലാക്കിയെന്ന് വെക്കുക, നടപ്പിലാക്കി എന്താ സംഭവിക്കുന്ന അറിയോ, കേരളത്തിലെ ആരെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ടോ? ജനങ്ങൾ മുഴുവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്താ ചെയ്യുക, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് അവൻ ടോക്കൺ അടിസ്ഥാനത്തിൽ കൊടുക്കും. എവിടെ കൊടുക്കുന്നത് പോലെ ലണ്ടനിലും അമേരിക്കയിലൊക്കെ നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടോളൂ, 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടോളൂ എന്നുള്ള പ്രശ്നം ഉണ്ടായത് എന്താ പറയുമോ, അവിടെ ഭരിക്കുന്നത് പോലെ ഇൻഷുറൻസ് കുത്തകകളാണ്. ആ കുത്തകകളെ കൊണ്ടാണ് ഇന്ത്യയിൽ പുറത്ത് ഈ പ്രധാനപ്പെട്ട വികസന രാജ്യങ്ങളിലെല്ലാം ഈ പറയുന്ന മെഡിക്കൽ മേഖല തകർന്നു കിടക്കുന്നത്. കാരണം എന്താണ്, അറ്റാക്ക് വന്ന മനുഷ്യനോട് പറയുന്നത് എന്താ അറിയോ, ഡോക്ടർ ഫ്രീ അല്ല, നിങ്ങൾ അടുത്ത ആഴ്ച വന്നോളൂ എന്ന് പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലല്ല നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നത്, പൈസക്കാർക്ക് അവിടെ പോകാൻ കൊതിയാണെന്നാണ്. അല്ല, ഞാൻ പറയുന്നത് പല സ്ഥലങ്ങൾ, ഞാൻ പറഞ്ഞത് ഇത് വികസിപ്പിച്ചെടുക്കണമെന്നേ. ഞാൻ പറയുന്നത് കേരളത്തിൽ 50 ലക്ഷം കോടിയൊന്നും അട്ടി വെച്ചിട്ടില്ലല്ലോ, ഇതൊക്കെ വികസിപ്പിച്ചെടുക്കണം. ഞാൻ പറയുന്നത് എങ്ങനെയാണോ KSRTC വികസിപ്പിച്ചെടുത്തത്, എങ്ങനെയാണോ ഹോസ്പിറ്റലുകൾ വികസിപ്പിച്ചെടുത്തത്, എങ്ങനെയാണോ ഈ പറയുന്ന നമ്മുടെ സർക്കാർ സ്കൂളുകൾ 45,000 ഹൈടെക് സ്കൂളുകളാക്കി മാറ്റിയത്, ഇങ്ങനെ ഓരോ സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുത്തല്ലേ കൊണ്ടുവരിക.